എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു മോരുകൂട്ടാനാണ്. അതും നമ്മുടെ ഏത്തപ്പഴം, നേന്ത്രപ്പഴവും പൈനാപ്പിളും കൂടെ ഒരു മോരുകൂട്ടാൻ. 2 ഏത്തപ്പഴം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 കഷ്ണം പൈനാപ്പിൾ, റൗണ്ടായിട്ടുള്ള 2 കഷ്ണം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരം, ജീരകം, പച്ചമുളക്. നമുക്ക് പതുക്കെ തുടങ്ങാം. എനിക്ക് ഈ പഴം ഇങ്ങനെ ഉടയാതെ കിട്ടണം, അങ്ങനെ വെന്ത് ഉടയാൻ പാടില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പതുക്കെ ഒന്നിങ്ങനെ വാട്ടിയെടുക്കും. ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ മൺചട്ടി ചൂടാവും. വളരെ കുറച്ച് വെളിച്ചെണ്ണ. ഇതിലേക്ക് നമുക്ക് ഈ പഴം ചേർക്കാം. നമുക്കതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഉണ്ടല്ലോ, നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളിന്റെ ഈ ജ്യൂസ് എന്നൊന്നും പറയാൻ പറ്റില്ല, അരച്ചെടുത്തത്. അല്പം വെള്ളവും കൂടെ ചേർക്കാം. കഷ്ണം ഉടയാതെ ഇതൊന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നാളികേരവും പച്ചമുളകും ഒരല്പം മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ അരച്ചെടുക്കണം. കഷ്ണം ഒന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ, ഒരുപാട് സമയമൊന്നും എടുക്കില്ലല്ലോ. അപ്പോൾ ഇതിലേക്ക് അല്പം ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ ഒരു 1/2 സ്പൂണ് പഞ്ചസാര. ഓൾറെഡി ഇതിന് മധുരം ഉണ്ടാവും, കാരണം പൈനാപ്പിൾ നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. പിന്നെ പഴത്തിനൊരു മധുരം ഉണ്ടല്ലോ. പക്ഷെ ഞാൻ എപ്പോഴും പൈനാപ്പിൾ വെക്കുന്ന എല്ലാ കൂട്ടാനുകളിലും ഒരല്പം പഞ്ചസാര ചേർക്കും. കാരണം പൈനാപ്പിളിന് എന്തെങ്കിലും ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാര അത് മാറ്റി തരുന്നൊക്കെ ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ ഇതൊന്ന് വേവട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കഷ്ണമൊക്കെ വെന്തു, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. തീ കുറച്ചിട്ട് ഒരല്പം പഞ്ചസാരയും കൂടെ ചേർക്കട്ടെ. അല്പം പഞ്ചസാര. നാളികേരം അരച്ചത്. ഇതൊന്ന് നല്ലപോലെ തിളക്കട്ടെ. നല്ലപോലെ തിളക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നിറയിടണമെങ്കിൽ നിറയിടാം. ഒന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ഈ സമയത്ത് ഉപ്പും മധുരമൊക്കെ ചെക്ക് ചെയ്തോളൂ, കാരണം ഇത്തിരി കയറി നിൽക്കണം. തൈര് ഒഴിക്കാനുള്ളതല്ലേ. ഇതാ ഒരു അധികം പുളിയില്ലാത്ത തൈര് 1/2 ലിറ്റർ നമ്മൾ മിക്സിയിൽ അടിച്ച് കട്ടയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. തിളക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഈ തല ഒന്ന് സമാധാനം കിട്ടട്ടെ അതിന്. ഈ സമയത്ത് ഞാൻ അപ്പുറത്ത് ചീനച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി കടുവറ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇത്തിരി വെള്ളം പോലെ ഇരിക്കാന്ന് വിചാരിക്കണ്ട. നമ്മൾ ഊണ് കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്ക് ഇത് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ടാവും. കാരണം നാളികേരം നല്ല വെന്തതല്ലേ. അപ്പൊ കടുക് ചേർക്കാം. അല്പം മുളക് പൊടി, ഒരല്പം ഉലുവ പൊടിച്ചത്. ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പൊ നമ്മുടെ നേന്ത്രപ്പഴ പൈനാപ്പിൾ മോര് കൂട്ടാൻ റെഡിയായി. മിഥുവിന് പൈനാപ്പിൾ മോര് കൂട്ടാനാണ് ഇഷ്ടം. ആകാശിന് പിന്നെ മോര് കൂട്ടാൻ എങ്ങനെയായാലും അവനതങ്ങനെ പ്രശ്നമല്ല. എനിക്ക് പഴം ഇഷ്ടമാണ്. അപ്പൊ ഇതെല്ലാം കൂടെ എന്റെയും മിഥുവിന്റെയും കൂടെ ഇഷ്ടം ഒരുമിച്ചാണ്. അപ്പൊ നമ്മുടെ നേന്ത്രപ്പഴം പൈനാപ്പിൾ മോര് കൂട്ടാൻ റെഡി. നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.